Hi friends, welcome back to Civil Engineers Decorum. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് മിക്സിംഗ് കോൺക്രീറ്റ് ആണ്. ഇത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് എന്നുള്ള ഒരു ടോപ്പിക് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. KWയുടെ ഓവർസിയർ ഗ്രേഡ് 3 സിലബസിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ മെത്തേഡ് ഓഫ് മിക്സിംഗ് കോൺക്രീറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടോപ്പിക് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാമല്ലേ? സിമെന്റും സാൻഡും കോഴ്സ് അഗ്രഗേറ്റും വാട്ടറും ആൻഡ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആഡ്മിക്സ്ചേഴ്സും ആഡ് ചെയ്ത ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലിനെയാണ് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റ് എന്താണ്? പ്രൈമറി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ്. ഒരു ബിൽഡിങ്ങിന്റെ സർവീസബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് കോൺക്രീറ്റിന്റെ ക്വാളിറ്റി വെച്ചിട്ടായിരിക്കും. അപ്പോൾ കോൺക്രീറ്റ് നല്ല ക്വാളിറ്റി കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് ഗുഡ് സർവീസബിലിറ്റി അതേപോലെ തന്നെ ഗുഡ് ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കോൺക്രീറ്റിംഗ് പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബാച്ചിങ്ങും മിക്സിങ്ങും ട്രാൻസ്പോർട്ടിങ്ങും കോമ്പാക്ടിങ്ങും അതുപോലെ തന്നെ ഫിനിഷിങ്ങും ആണ്. അപ്പോൾ അതിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിക്സിംഗ് മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് ഓഫ് മിക്സിംഗ് കോൺക്രീറ്റ് ആണ്. നമുക്കറിയാം ഈ കോൺക്രീറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് ആണെങ്കിൽ കൂടി അത് നമ്മൾ അതിന് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ റിക്വേർഡ് റിസൾട്ട് അതിന് കിട്ടിയെന്ന് വരില്ല. അപ്പം മിക്സിങ്ങിന്റെ സമയത്തും അതുപോലെ തന്നെ അത് ബാച്ചിങ്ങിന്റെ സമയത്തൊക്കെ നമ്മൾ റിക്വേർഡ് ആയിട്ടുള്ള കെയർ അതിന് കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു മിക്സിംഗ് അല്ലെങ്കിൽ ഒരു വെൽ മിക്സഡ് കോൺക്രീറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ഇൻ യൂണിഫോം കളർ ആയിരിക്കണം. കോൺക്രീറ്റിന് എപ്പോഴും യൂണിഫോം കളർ ആയിരിക്കണം. അതുപോലെ തന്നെ all concrete components such as cement, fine aggregate, coarse aggregate and water should be homogeneously mixed. അപ്പോൾ homogeneously mixed ആയിരിക്കണം, അതുപോലെ യൂണിഫോം കളർ ആയിരിക്കണം. ആൻഡ് സിമെന്റ് പേസ്റ്റ് ഷുഡ് കവർ ഓൾ ദി സർഫസ് ഓഫ് ദ അഗ്രഗേറ്റ്. സിമെന്റ് പേസ്റ്റ് എല്ലാ അഗ്രഗേറ്റിന്റെ ഫേസസിനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ സെഗ്രിഗേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കോൺക്രീറ്റിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സെഗ്രിഗേഷനും ബ്ലീഡിങ്ങും സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ബ്ലീഡിങ് എപ്പോഴും കോൺക്രീറ്റിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു മിക്സിംഗ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് മിക്സിംഗ് കോൺക്രീറ്റ് ആണ് നമ്മുടെ ടോപ്പിക് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഹാൻഡ് മിക്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മെഷീൻ മിക്സിംഗ് ഉണ്ട്, റെഡി മിക്സ് കോൺക്രീറ്റ്. ഈ 3 ടൈപ്പിലാണ് നമ്മൾ സാധാരണയായിട്ട് മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ് നടത്താറുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ഹാൻഡ് മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ്. ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ നമ്മൾ മാനുവലി ആണ് ചെയ്യുന്നത്, വിത്തൗട്ട് എനി മിക്സർ ഓർ മെഷീൻ. ഓക്കെ, മിക്സർ മെഷീൻ ഇല്ലാതെ നമ്മൾ മാനുവലി ചെയ്യുന്നതിനെയാണ് ഹാൻഡ് മിക്സിംഗ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെസ് ക്വാളിറ്റി അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻറ്റ് വർക്കിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ നമുക്ക് മാനുവലി മിക്സിംഗ് ചെയ്താൽ മതി. ഓക്കെ, ഇൻ ഹാൻഡ് മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ് യൂണിഫോമിറ്റി ഓഫ് മിക്സിംഗ് ഈസ് ഡിഫിക്കൽട്ട് ടു അച്ചീവ് ആൻഡ് റിക്വയർ സ്പെഷ്യൽ കെയർ ആൻഡ് എഫർട്ട്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ആ ഒരു യൂണിഫോമിറ്റി മാനുവലി മിക്സ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഹാൻഡ് മിക്സിംഗ് ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് റഫായിട്ട് പറയുകയാണ്. നോട്ട്സ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് മിക്സിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരു ക്ലീൻ നോൺ പോറസ് സർഫസ് എടുക്കണം. അത് ഫ്ലാറ്റ് അയൺ ഷീറ്റ് പ്ലേറ്റ്സ് ആവും അല്ലെങ്കിൽ എന്ത് പോറസ് മെറ്റീരിയൽ ആവാം, അതിന്റെ പുറത്തായിരിക്കണം നമ്മൾ ഹാൻഡ് മിക്സിംഗ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ സാൻഡ് ആണ് സ്പ്രെഡ് ചെയ്യേണ്ടത് ആ പ്ലാറ്റ്ഫോമിലേക്ക്. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ബാച്ചിങ്ങിൽ എടുത്തിട്ടുള്ള, അതായത് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുള്ള സിമെന്റ് അതിന്റെ മുകളിലേക്ക് ഇടണം. ആൻഡ് നമ്മൾ ഷവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് അത് വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മെഷേർഡ് എമൗണ്ട് ഓഫ് കോഴ്സ് അഗ്രഗേറ്റ് അതിന്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം സെന്ററിലൊരു ഡിപ്രഷൻ ഉണ്ടാക്കണം. സെന്ററിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് 75% ഓഫ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ 75% നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഷവൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള വെള്ളം 25% ഓഫ് റിക്വയർഡ് ക്വാണ്ടിറ്റി നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം 3 മിനിറ്റ്സ് കൂടുതൽ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. 3 മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം.
നമുക്കൊരു യൂണിഫോം കളർ ആൻഡ് കൺസിസ്റ്റൻസി ഉള്ള കോൺക്രീറ്റ് ഒബ്റ്റെയിൻ ചെയ്യും. ഇതാണ് ഹാൻഡ് മിക്സിങ്ങിലെ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ പ്രോസസ്സാണ് ആൻഡ് ഹാൻഡ് മിക്സിംഗ് ആണ് ചീപ്പസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനി എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് നമ്മൾ ഹാൻഡ് മിക്സിങ്ങിൽ എടുക്കേണ്ടത് എന്നാണ്. എപ്പോഴും പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് പ്ലാറ്റ്ഫോം ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ ഡേർട്ട് ഫ്രീ ആയിരിക്കണം, വാട്ടർ ടൈറ്റ് അല്ലെങ്കിൽ നോൺ പോറസ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഷവൽ യൂസ് ചെയ്യുന്ന ഷവൽ വളരെയധികം ക്ലീൻ ചെയ്തിട്ടുള്ളതായിരിക്കണം. അതുപോലെ അഗ്രിഗേറ്റിൽ എന്തെങ്കിലും ഡേർട്ടോ ഡെബ്രിസോ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ലൈക്ക് ഗ്ലൗസ്, മാസ്ക് ഒക്കെ ലേബേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് മിക്സിംഗ് പ്ലാറ്റ്ഫോം ഷുഡ് ബി ക്ലീൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേയ്സ് വർക്ക്. എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മിക്സിംഗ് പ്ലാറ്റ്ഫോം ക്ലീൻ ചെയ്ത് വെക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത്രയാണ് ഹാൻഡ് മിക്സിങ്ങിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസസ്സ് പറഞ്ഞു, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ഹാൻഡ് മിക്സിംഗ് എന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതായിരുന്നു? മെഷീൻ മിക്സിംഗ്. അപ്പം മെഷീൻ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ അതിലൊരു മിക്സർ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സിങ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഒപ്റ്റിമം കൺസിസ്റ്റൻസിയിൽ ഹോമോജീനിയസ് ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മെഷീൻ മിക്സിംഗ് മെത്തേഡാണ്. മെഷീൻ മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ് ഇമ്പാർട്ട് ദി യൂണിഫോമിറ്റി in the mixing and also discharge the mix without disturbing the uniformity. ആ യൂണിഫോമിറ്റി ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്കത് ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും മെഷീൻ മിക്സ് ആണെങ്കിൽ. മെഷീൻ മിക്സ് ലാർജ് പ്രൊജക്റ്റിനും അതുപോലെ തന്നെ ലാർജ് മാസ് കോൺക്രീറ്റ് നീഡ് ചെയ്യുന്നത്, അതായത് ലാർജ് പ്രൊജക്റ്റിനാണ് നമ്മൾ സാധാരണയായിട്ട് മെഷീൻ മിക്സിങ് യൂസ് ചെയ്യുന്നത്. സ്മോൾ പ്രൊജക്റ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാൻഡ് മിക്സിങ് തന്നെയാണ്. ആൻഡ് എങ്ങനെയാണ് മെഷീൻ മിക്സിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇന്നർ സർഫസ് ഓഫ് ദ ഡ്രം നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്യിപ്പിക്കണം. കോൺക്രീറ്റ് മിക്സറിൻ്റെ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസ് നന്നായിട്ട് വെറ്റ് ചെയ്യിപ്പിക്കണം. അതിനുശേഷം നമ്മൾ കോഴ്സ് അഗ്രഗേറ്റ് ആണ് ഇതിൽ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ സിമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നീട് നമ്മൾ സാൻഡ് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ സിമെൻ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡ്രൈ സ്റ്റേറ്റിൽ മെറ്റീരിയൽ 1.5 to 3 മിനിറ്റ്സ് സിമെൻറ്റും സാൻഡും അഗ്രഗേറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഗ്രാജുവലി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. വാട്ടർ ആഡ് ചെയ്യുന്ന ടൈമിലും ഈ ഡ്രം കറങ്ങിക്കൊണ്ടേ ഇരിക്കണം. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയുന്നത് എന്നേ ഉള്ളൂ. ആൻഡ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം അത് സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് നമ്മൾ ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ്സ് ആ ഡ്രമ്മിൽ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. അപ്പോൾ സെഗ്രിഗേഷനും ബ്ലീഡിങ്ങും ഒന്നും ഉണ്ടാവില്ല. അതിനുശേഷം അത് അൺലോഡ് ചെയ്യുകയും വേണം. ഓക്കെ, ഇങ്ങനെയാണ് മെഷീൻ മിക്സിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺക്രീറ്റ് മിക്സറിൻ്റെ ഡ്രമ്മ് എപ്പോഴും വെറ്റായിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ അതൊന്ന് വെറ്റ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ മിക്സിംഗ് ടൈം, സ്പീഡ് ആൻഡ് നമ്പേഴ്സ് ഓഫ് റെവല്യൂഷനൊക്കെ നമ്മൾ ഓരോ മിക്സർ ഡ്രമ്മിനും അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വിത്തിൻ 30 മിനിറ്റ്സ് നമ്മൾ ഈ കോൺക്രീറ്റ് യൂസ് ചെയ്യണം. കോൺക്രീറ്റ് ഷുഡ് ബി യൂസ്ഡ് വിത്തിൻ 30 മിനിറ്റ്സ് ആഫ്റ്റർ ദ മിക്സിംഗ് ആൻഡ് ഡിസ്ചാർജ് ബൈ കോൺക്രീറ്റ് മിക്സർ. ഇത്രയാണ് മെഷീൻ മിക്സിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത്, നമ്മൾ ബാച്ച് ടൈപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ ബാച്ചിന് ശേഷവും നമ്മൾ ഈ ഡ്രം ക്ലീൻ ചെയ്യണം. അല്ല നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂസ് ടൈപ്പ് ആണെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻ്റർവെൽസിൽ നമ്മൾ ഈ ഡ്രം ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇന്നർ പോർഷൻ ഓഫ് ഡ്രം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. കൊറോഷൻസോ അല്ലെങ്കിൽ മറ്റ് ഡാമേജസോ ഉണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെഷീൻ മിക്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് റെഡി മിക്സ് കോൺക്രീറ്റ്. കോമൺലി നമ്മൾ ഇപ്പോൾ ഈ ഒരു മോഡേൺ ടൈമിൽ ലാർജ് പ്രൊജക്ട്സിനൊക്കെ റെഡി മിക്സ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ക്വാളിറ്റി അഷുറൻസ് വളരെയധികം എഫക്റ്റീവാണ് റെഡി മിക്സ് കോൺക്രീറ്റിൽ ദാൻ സൈറ്റ് മിക്സിങ്. ഹാൻഡ് മിക്സിങ് ആയാലും മെഷീൻ മിക്സിങ് ആയാലും അതിനേക്കാളൊക്കെ നമുക്ക് ക്വാളിറ്റി അഷുറൻസ് കിട്ടുന്നത് റെഡി മിക്സ് കോൺക്രീറ്റിലാണ്. റെഡി മിക്സ് കോൺക്രീറ്റിൽ സിമെന്റ്, അഗ്രിഗേറ്റ്, അതുപോലെ തന്നെ അതർ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്മിക്സ്ചേഴ്സ്. അപ്പോൾ ഈ സിമെന്റും സാൻഡും അഗ്രിഗേറ്റും എല്ലാം നമ്മൾ വെയ് ചെയ്ത് ബാച്ച് ചെയ്യും. എവിടെ? ഒരു പ്ലാന്റിൽ.
എന്നിട്ട് നമ്മളതൊരു സെൻട്രൽ മിക്സറിലേക്കോ ഡ്രഗ് മിക്സറിലോ ഇട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്ലാന്റിൽ വെച്ചാണ് മിക്സിങ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ചിങ് എല്ലാം പ്ലാന്റിൽ വെച്ച് തന്നെ മെക്കനൈസ്ഡ് പ്രോസസ്സിലൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ ക്വാളിറ്റി അഷുറൻസ് കുറച്ചും കൂടെ അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അതിന് നമ്മളിത് ഡെലിവറി ചെയ്യുന്നതും ഒരു ഡ്രമ്മിലാണ്, ഒരു റൊട്ടേറ്റിംഗ് ഡ്രമ്മിൽ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ റൊട്ടേറ്റിംഗ് ഡ്രമ്മിൽ തന്നെയാണ് പ്ലാന്റിൽ നിന്നും റെഡിമിക്സ് കോൺക്രീറ്റ് സൈറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റിയിലുള്ള കോൺക്രീറ്റ് ആയിരിക്കും റെഡിമിക്സ് വഴി നമുക്ക് കിട്ടുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത് കൺജസ്റ്റഡ് സൈറ്റ് അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻസിന്, അല്ലെങ്കിൽ നമുക്കൊരു കോൺക്രീറ്റ് ഹാൻഡ് മിക്സിങ്ങോ അല്ലെങ്കിൽ മെഷീൻ മിക്സിങ്ങോ ചെയ്യാൻ സ്പേസ് ഇല്ലാത്ത അവസരത്തിലൊക്കെ നമ്മൾ റെഡിമിക്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു മോഡേൺ ടൈമിൽ നമ്മൾ എല്ലാ ലാർജ് പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിമിക്സ് കോൺക്രീറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. So quality control of concrete is easy as the batching and mixing is done at the mechanized central batching plant. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രലൈസ്ഡ് മെക്കനൈസ്ഡ് ബാച്ചിങ് പ്ലാന്റിലാണ് നമ്മൾ ഇതിന്റെ ബാച്ചിങ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്വാളിറ്റി കൺട്രോൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ആൻഡ് ദിസ് മെത്തേഡ് ഓഫ് മിക്സിംഗ് ഇസ് വെരി യൂസ്ഫുൾ ഫോർ സെവറൽ പ്ലേസസ്. ദാറ്റ് ഇസ് പറഞ്ഞു കൺജസ്റ്റഡ് ഏരിയ, നൈറ്റ് കോൺക്രീറ്റിംഗ് വർക്ക്, ലാർജ് കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് റെഡിമിക്സ് കോൺക്രീറ്റിലാണെങ്കിൽ നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ കൺട്രോൾ ചെയ്യാൻ പറ്റും കമ്പയർ ടു ഹാൻഡ് മിക്സിങ്ങും മെഷീൻ മിക്സിങ്ങും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് നമുക്ക് ഫ്ലൈ ആഷ് പോലെയുള്ള ആഡ്മിക്സ്ചേഴ്സും ആഡ് ചെയ്യാൻ പറ്റും. ഇൻ ദ എക്സാക്ട് ക്വാണ്ടിറ്റിയിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞു ബാച്ചിങ് എല്ലാം നടക്കുന്നത് പ്ലാന്റിലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ആണ് നമ്മൾ കോൺക്രീറ്റ് മിക്സിംഗ് മെത്തേഡ്സ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഹാൻഡ് മിക്സിങ്, നെക്സ്റ്റ് മെഷീൻ മിക്സിങ്, തേർഡ് വൺ റെഡി മിക്സ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഇത് KWAക്ക് ഓവർസിയർ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും എയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ എപ്പോഴും പറയാറ് പോലെ കാണാൻ താല്പര്യമുള്ളവർ അക്കാദമീൻ്റെ എൻ്റെ പ്രൊഫൈൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി സെർച്ച് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് അതിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Okay, thank you.